ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗുലാബ് ജാമുനും നമുക്ക് തന്നെ ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗുലാബ് ജാമുൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ചെറിയ പീസാക്കിയിട്ടുള്ളത് നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെറിയ പീസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് പാൽ ഒരുമിച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടെ അങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ അതിൽ ആ പാൽ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുകയാണ്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു നിറമൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു നിറമൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ്. ആ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഈ ഗുലാബ് ജാമുന് വേണ്ടിയിട്ടൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു നുള്ള് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4-5 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ ആ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗുലാബ് ജാമുൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല സിമ്പിളായിട്ട് തന്നെ ഗുലാബ് ജാമുൻ പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഈ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ നമ്മളിത് കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതാ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുന് കട്ട് ചെയ്തിട്ട് ഒരു പുഡിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഈ ഒരു ഗുലാബ് ജാമുൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഗുലാബ് ജാമുനൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കസ്റ്റാർഡ് മിക്സ് ഒന്ന് പാലിൽ കുറുക്കിയെടുത്താൽ മതി. ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെങ്കിലാണ് കുറച്ച് റിസ്ക്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കടയിൽ നിന്നൊക്കെ ഈ ഗുലാബ് ജാമുൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.